back one and all to Brains YouTube channel. നമ്മൾ ബിസിനസ്സിൽ +2 ബിസിനസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മാനേജ്മെന്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ്, ഇത് രണ്ടും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മാനേജ്മെന്റിനെ കുറിച്ച് പുതിയൊരു കാര്യം, വളരെ ചെറുതായിട്ടുള്ള പുതിയൊരു കാര്യം. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ. അപ്പോൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കാറ്, എത്ര പേർക്ക് അറിയാം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒബ്ജക്റ്റീവ് എന്നാണ്? മാനേജ്മെന്റ് എന്താ നമ്മൾ പഠിച്ചു, ഇനി എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാം അല്ലെ? കുറച്ച് പേർക്ക് ആ വാക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് അറിയാം, കാരണം പല സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് എന്താണെന്ന്. ഒബ്ജക്റ്റീവ് എന്താന്ന് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഈ ടേം കേട്ടിരിക്കുന്ന ഒബ്ജക്റ്റീവ്? നിങ്ങൾ ചില ആൾക്കാർ, നിങ്ങളുടെ ടീച്ചറോ നിങ്ങളുടെ പ്രിൻസിപ്പളോ നിങ്ങളോട് പറയും, യു ഷുഡ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഇൻ യുവർ ലൈഫ്, യു ഷുഡ് ഹാവ് എ ഗോൾ ഇൻ യുവർ ലൈഫ്. ഇതൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ദ എൻഡ് റിസൾട്ട് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അവസാനം നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹം, അതാണ് എന്ത് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റണ്ണറെ എടുക്കാം, ഒരു 100 മീറ്റർ റൺ ചെയ്യാൻ എടുക്കാം. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് ഉസൈൻ ബോൾട്ടിനെ എടുക്കാം. ഉസൈൻ ബോൾട്ടിനെ എടുക്കുമ്പോൾ ഉസൈൻ ബോൾട്ട് 100 മീറ്ററിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ കൗണ്ടും കേട്ട് നിൽക്കുമ്പോൾ എന്താണ് ഉസൈൻ ബോൾട്ടിന്റെ മനസ്സിലുള്ള ഒബ്ജക്റ്റീവ്? അയാളുടെ ലക്ഷ്യം എന്താണ്? ടു ഫിനിഷ് ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. അത് അപ്പോൾ അതിന്റെ റിസൾട്ട് ആണ് ഒബ്ജക്റ്റീവ്. ഇനിയിപ്പോ നിങ്ങൾ എടുക്കുക, നിങ്ങളിപ്പോ +2 പഠിക്കാം അല്ലെ? +2 നിങ്ങളിപ്പോ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ വെച്ചുകൊണ്ട് +2 പഠിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ലക്ഷ്യം? ലക്ഷ്യം is to secure 100% mark in +2 exams. അപ്പൊ അതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഇതാണ്. ഇനി നമുക്ക് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്താ നോക്കാം. അപ്പൊ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ 3 ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, സെക്കൻഡ് വൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്, തേർഡ് വൺ പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഈ 3 തരത്തിലാണ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത്. ഈ 3 എണ്ണമാണ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം. ഓരോന്നും ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റിന് ഓർഗനൈസേഷനുള്ള ഒബ്ജക്റ്റീവ്. മാനേജ്മെന്റ് ഓർഗനൈസേഷന് വേണ്ടി എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റ് ഓർഗനൈസേഷന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അതാണ് ഓർഗനൈസേഷൻ. ഓക്കെ, എല്ലാ ഓർഗനൈസേഷനും ഒരു ലക്ഷ്യമുണ്ടാവും. പല തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുക. ചിലപ്പോൾ അത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അത് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അത് മാർക്കറ്റിലേക്ക് ഇറക്കിയ പൈസ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോൾ അത് പുതിയ ബ്രാഞ്ചസ്, നാട് മൊത്തം ബ്രാഞ്ചസ് തുടങ്ങാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഓർഗനൈസേഷൻ. അങ്ങനെ ഈ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്തിനു ട്രൈ ചെയ്യും? ഓർഗനൈസേഷന് ഈ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷന് ഈ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഇനി എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് തന്നെ എല്ലാ ഓർഗനൈസേഷന്റെയും 3 തരത്തിൽ നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും അല്ലെ? 3 തരത്തിലായിട്ട് തിരിക്കാന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിൽ തിരിക്കാൻ നോക്കാം? ഫസ്റ്റ് വൺ സർവൈവൽ, സെക്കൻഡ് വൺ പ്രോഫിറ്റ് ആൻഡ് തേർഡ് വൺ ഗ്രോത്ത്. 3 തരത്തിൽ തിരിക്കാം. അപ്പൊ നിങ്ങളെ ഇവിടെ നമുക്ക് കുറച്ച് നേരം വളരെ ബോറടിക്കുന്നില്ല, മൊത്തം സബ്ജക്റ്റ് നമുക്ക് കുറച്ച് നേരം ഒരു കുളത്ത് പോയി നീന്തൽ പഠിക്കാൻ പോകും. അപ്പൊ നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ നീന്തൽ അറിയാത്ത ഒരാൾ ആദ്യം നിങ്ങളെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. നിങ്ങൾ എന്താ ശ്രമിക്കുക? വെള്ളമായിട്ടൊന്ന് വെള്ളത്തിന്റെ ആ തണുപ്പും അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആ പേടിയൊക്കെ മാറ്റി വെള്ളത്തിൽ എങ്ങനെയൊന്ന് നിൽക്കാൻ ശ്രമിക്കുക. വെള്ളത്തിലൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത്, വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കുളത്തിൽ നീന്തൽ പഠിക്കാൻ പോകുന്ന പോലെ തന്നെ നിങ്ങളൊരു ബിസിനസ്സിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ ശ്രമിക്കുക? എങ്ങനെയെങ്കിലും ആ ഇട്ട പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ കുളത്തിൽ ആദ്യം എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങാതെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പഠിക്കുന്ന പോലെ ഇവിടെ നിങ്ങൾ ഇട്ട പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റെങ്കിലും തിരിച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം അതായിരിക്കും. എക്കണോമിക് ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് കാര്യം സർവൈവ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഇട്ട കോസ്റ്റ് തിരിച്ചെടുക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ നീന്താൻ എന്താ കുളത്തിലൊക്കെ നിങ്ങൾ കുറച്ച് ഒന്ന് മുങ്ങി അങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ശ്രമിക്കും, കുറച്ച് സ്പീഡിൽ ഒന്ന് നീന്തണം. അത് അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും ഒന്ന് നീന്തണം. കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതേപോലെ തന്നെ ബിസിനസ്സിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ശ്രമിക്കും, നമ്മൾ ഇട്ട കോസ്റ്റിനെക്കാട്ടി കൂടുതൽ പൈസ തിരിച്ചു കിട്ടണമെന്ന് ശ്രമിക്കും. ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സർവൈവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ മാത്രം തിരിച്ചു കിട്ടിക്കൊണ്ട് നിൽക്കും. അതിനെക്കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. മിയർ സർവൈവൽ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇട്ട പൈസ മാത്രം തിരിച്ചു കിട്ടിയതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് എന്ത് കിട്ടണം, ഇട്ട പൈസേൻ്റെ മേലെയുള്ള കാര്യങ്ങൾ കിട്ടണം. അങ്ങനെ മേലെ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴേ നോക്കുള്ളൂ, സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ലക്ഷ്യമാവും എന്ത് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. റിമെമ്പർ വൺ തിങ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാണ്ട് ഒരു ബിസിനസ്സിനും കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വെറുതെ സർവൈവ് ചെയ്തു എന്ന് വിചാരിച്ച് ഒരു ബിസിനസ്സും പിടിച്ചു നിൽക്കില്ല. എവരി ബിസിനസ് വാണ്ട്സ് പ്രോഫിറ്റ്. അപ്പോൾ അതാണ് അടുത്തത്. ഇനി പിന്നെ വരുന്നത്, ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റും, ഈ മാർക്കറ്റിൽ നമ്മൾ നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താവും, മാറും. എക്കണോമിക് ഒബ്ജക്റ്റീവ് അടുത്ത ലെവലിൽ വന്നു. എന്താണ്, ഗ്രോത്ത്. ഇപ്പം നമുക്ക് ഒരു കടയാണുള്ളത്, അതിനെന്താക്കണം, 2 കടയാക്കണം. ഇപ്പം നമുക്ക് കോഴിക്കോട് മാത്രമേ ബ്രാഞ്ച് ഉള്ളൂ, നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ച് വേണം, കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് വേണം. അങ്ങനെ നമ്മൾ വികസിക്കണം, ഡൈവേഴ്സിഫൈ ചെയ്യണം. അത് ആ ഒബ്ജക്റ്റീവിനെ നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുളത്ത് പോകുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നീന്തി പഠിച്ചു, പിന്നെ നമുക്ക് ഗ്രോത്ത് വേണം. എന്താണ്, നമുക്ക് ആ കുളം മൊത്തം, അതായത് ഈ കുളത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറ്റൊരു കര വരെ നീന്തണം, ഗ്രോത്ത്. അപ്പോൾ അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ബിസിനസിന്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് 3ആണ്: സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു. അടുത്ത ഒബ്ജക്റ്റീവ് ആണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഒരു ബിസിനസ്സും ഒരു സ്ഥലത്ത് ഐസൊലേറ്റഡ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ബിസിനസ് എല്ലാം വർക്ക് ചെയ്യുന്നത് സൊസൈറ്റിയിലാണ്, അല്ലേ? ഞാനും നിങ്ങളും നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ നൈബേഴ്സും നമ്മുടെ ഫുൾ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരും സ്റ്റേറ്റിലുള്ള ആൾക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ് സൊസൈറ്റിയിൽ നിന്ന് റിസോഴ്സസ് എടുത്ത്, അതായത് സൊസൈറ്റിയിൽ നിന്ന് പ്രൊഡക്ഷനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ആ സാധനത്തെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ കൊണ്ട് ജോബ് ചെയ്യിപ്പിച്ച് പ്രൊഡക്റ്റ് ആക്കി മാറ്റി സൊസൈറ്റിക്ക് തന്നെ വിൽക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിനും സൊസൈറ്റിക്കും എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് തന്നെ ബിസിനസ്സിന് എന്തുണ്ട്, സൊസൈറ്റിക്ക് എന്തെങ്കിലും കാര്യം തിരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിന് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് പറയും. അങ്ങനെ ബിസിനസ്സിന് സൊസൈറ്റിക്കുള്ള തിരിച്ചു കൊടുക്കാനുള്ള ഈ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റിന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെന്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെ വരും, നിങ്ങൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്ഷൻ നടത്തണം. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന പറഞ്ഞാൽ എൻവിറോൺമെന്റിന് കേടുപാടുകളൊന്നും വരാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്ഷൻ. നിങ്ങൾ ചില കമ്പനീസ് അല്ലെങ്കിൽ ചില ഫാക്ടറി ഒക്കെ അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞ സമരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തിനാണ്, അവർ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്തത് സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. സൊസൈറ്റിക്ക് എന്ത് വേണം, സ്കോളർഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കണം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഹോസ്പിറ്റൽസ് കൊടുക്കണം. ഇങ്ങനെയുള്ളതൊക്കെയാണ് മാനേജ്മെന്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല കമ്പനീസും പല ബിസിനസ് ഫേംസും എന്ത് ചെയ്യുന്നത്, ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ആയിരിക്കും, ചിലപ്പം ഫുട്ബോൾ ടൂർണമെന്റ്സ് നടത്തും, ചിലപ്പോൾ സ്കോളർഷിപ്പ് എക്സാംസ് നടത്തും, സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെ എപ്പോഴും കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ പ്രിഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല, നിങ്ങൾക്ക് ടാറ്റ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലേ? ടാറ്റ ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു ഫേം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ ഫേം എന്ന് പറഞ്ഞാൽ വളരെ അധികം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഫേമാണ്. അപ്പോൾ അവരുടെ പ്രോഫിറ്റിൻ്റെ, അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും അത് വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടും. കാരണം അവർക്ക് ടാറ്റയിൽ എന്തുണ്ട്, ബിലീഫ് ഉണ്ട്. എന്തുകൊണ്ട്, അവരെങ്ങനെയാണ് ഈ ബിലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്? ടാറ്റേൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ടാറ്റ അവരുടെ പ്രോഫിറ്റിൻ്റെ more than 50% അവർ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ട് നിങ്ങൾക്ക് ടാറ്റേൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. കാരണം അങ്ങനെ നിങ്ങൾ വാങ്ങുമ്പോൾ
അവരൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മൊത്തം പ്രോഫിറ്റ് അവർക്കല്ല പോകുന്നത്, അതിന്റെ മോർ ദാൻ 50% അവർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ ഇതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയും. അടുത്ത ഒബ്ജക്റ്റീവ് ആണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും, പ്യൂൺ ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ ജോലിക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പല ലക്ഷ്യങ്ങളുമായിട്ട്. ഇപ്പം നമ്മൾ തന്നെ ജോലിക്ക് പോകുന്നത് പല ലക്ഷ്യങ്ങളായിരിക്കും. ചില ആൾക്കാർ സാലറി കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകും, ചില ആൾക്കാർ സൊസൈറ്റിയിലാണ് ഇവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവൻ നല്ലൊരു പൊസിഷനിലാണ് ജോലി ചെയ്യുന്നതെന്നുള്ള റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകും. ചില ആൾക്കാർ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പായിട്ട് ജോലിക്ക് പോകും. ചില ആൾക്കാർ കാർ വാങ്ങണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വാങ്ങണം എന്നുള്ള ഒബ്ജക്റ്റീവ് കൊണ്ട് ജോലിക്ക് പോകും. ഇങ്ങനെ പല ഒബ്ജക്റ്റീവുമായിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നത്. അവർ ജോലിക്ക് പോയി വന്നാൽ ഓർഗനൈസേഷനിൽ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അവരെല്ലാവരും ഒന്ന് കൂടിയിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമായ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒബ്ജക്റ്റീവിനെ താഴ്ത്തി വെച്ച് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ മാനേജ്മെന്റ് എന്ത് മേക്ക് ഷുവർ ചെയ്യണം? അവർക്ക് അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന എന്ത് ചെയ്യണം? മേക്ക് ഷുവർ ചെയ്യണം. അവർ ഇന്ന് ജോയിൻ ചെയ്തു ഓർഗനൈസേഷൻ, അവർക്ക് ഇത്ര സാലറിയാണ്, 10 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടി, അവരുടെ സാലറി കൂടിയിട്ടുണ്ട്, ഇതൊക്കെ ഉറപ്പുവരുത്തണം. അങ്ങനെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ മാനേജ്മെന്റിന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇഫ് ദ എംപ്ലോയീസ് ഓർ പീപ്പിൾ വർക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ വർക്കിൽ ഇൻട്രസ്റ്റ് കാട്ടില്ല, അവരുടെ വർക്ക് മോശമാവും. വർക്ക് മോശമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കുറയും, അവർ ഓർഗനൈസേഷൻ ലീവ് ചെയ്യും. അപ്പോൾ ഒരു എംപ്ലോയി ഓർഗനൈസേഷന് ലീവ് ചെയ്യാണ്ട് നിൽക്കണമെങ്കിൽ എന്ത് ഫുൾഫിൽ ചെയ്യണം? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആർ 3. ഫസ്റ്റ് വൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, അതിന്റെ കീഴിൽ വരുന്ന പോയിന്റ് തന്നെയാണ് ഇതൊക്കെ: സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. അടുത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്, ബിസിനസ്സിന് സൊസൈറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മാനേജ്മെന്റിന് സൊസൈറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി, അതിനാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന് അതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഇനി അടുത്ത നമ്മൾ മാനേജ്മെന്റ് ചെറിയൊരു കാര്യം കൂടി, കാരണം ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്: ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇതിന് ഞാൻ പറയുന്നു, പുതിയതായിട്ട് നിങ്ങൾ ഒരു പോയിന്റ് പോലും പഠിക്കില്ല. നമ്മൾ ഇത്രയും നേരം മാനേജ്മെന്റ് ഡെഫിനിഷനും മാനേജ്മെന്റ് ഫീച്ചേഴ്സും മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സിലും പഠിച്ച കുറച്ച് പോയിന്റ്സ് തന്നെയാണ് എന്തിലും വരിക? ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് അകത്ത് വീണ്ടും വരിക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഇതിനെ തന്നെയാണ് നീഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നീഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഫുൾഫില്ലിംഗ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഫുൾഫില്ലിംഗ് ഗ്രൂപ്പ് ഗോൾസ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ആവശ്യങ്ങളും ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗോൾസ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്ത് സഹായിക്കും? മാനേജ്മെന്റ് സഹായിക്കും. ഓർഗനൈസേഷൻ്റെ ഗോൾസും അതേപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയും എന്ത് സഹായിക്കും? മാനേജ്മെന്റ് സഹായിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ് ഈസ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബിസിനസ് വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരേപോലെ നിൽക്കുന്ന ഒരു എൻവിറോൺമെന്റിലല്ല ബിസിനസ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? മാറിക്കൊണ്ട് നിൽക്കും, എപ്പോഴും ഒരേപോലെ നിൽക്കില്ല അല്ലേ? നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കച്ചവടം കൂടുതലായിരിക്കും, ചിലപ്പോൾ കച്ചവടം കുറവായിരിക്കും. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും നിയമം വരും, അപ്പോൾ കച്ചവടം കുറയും. ചിലപ്പോൾ നല്ല നിയമമാണെങ്കിൽ കച്ചവടം കൂടും.
ചിലപ്പോൾ ഇതേപോലത്തെ കൊറോണയോ കോവിഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയാം. ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയാം. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് മാറും. കസ്റ്റമേഴ്സിൻ്റെ നീഡും വാണ്ടും എന്ത് ചെയ്യും, ചിലപ്പോൾ മാറും. നിങ്ങൾക്ക് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നോക്കിയ ഫോൺ അറിയായിരുന്നു അല്ലേ? നോക്കിയൻ്റെ ഫോൺസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ ഫോണുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്കൊക്കെ ഫോൺ വന്നപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്, നിങ്ങൾ അന്ന് ചെറുപ്പമായിരിക്കും, നിങ്ങളുടെ പാരൻസിൻ്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്നുണ്ടാവുക ചെറിയ ഫോൺ, ബാർ ഫോൺസ് ആയിരുന്നു. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ചെറിയ ഫോൺസ്. നോക്കിയൻ്റെ ഫോൺസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ, വളരെ ഫേമസ് ആയിരുന്നു അവർ. പക്ഷെ എന്ത് സംഭവിച്ചു, ഓവർ ദ ടൈം എന്ത് സംഭവിച്ചു, ആ ഫോണുകൾ മാറി തുടങ്ങി. മാർക്കറ്റിൽ ആൾക്കാരുടെ ആവശ്യം എന്തായി, മാറി തുടങ്ങി. ആവശ്യം മാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആദ്യം ഉണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ മാറി കളർ ഫോണിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റ് മാറി, കളർ ഫോൺ മാറി. പിന്നെ കൂടുതൽ മെമ്മറി ഉള്ള ഫോണുകൾ നോക്കി, പിന്നെ കൂടുതൽ ക്യാമറ ഉള്ള ഫോൺ നോക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കീപാഡ്സ് ഒക്കെ പോയി. ഇപ്പോൾ നമ്പറൊന്നുമില്ല, ടച്ച് ചെയ്യുന്ന ചെറിയ ഫോണുകൾ വന്നു. പിന്നെ അങ്ങനെ തന്നെ ഫോണിൻ്റെ സ്ക്രീൻ വലുതായി ഫ്രണ്ട് ക്യാം ഉള്ള ഫോൺ വന്നു. പിന്നെ സ്റ്റോറേജ് സ്പേസ് കൂടുതലുള്ള ഫോൺ വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഫോണുകൾ വന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, മാർക്കറ്റ് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്ന മാർക്കറ്റിൻ്റെ കൂടെ ഓർഗനൈസേഷനെയും അതിനെ അനുസരിച്ച് മാറ്റാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യും, മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇതിനെക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ബിസിനസ് എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന മാറ്റത്തിനെ അനുസരിച്ച് ഓർഗനൈസേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് സഹായിക്കും, മാനേജ്മെൻറ്റ് സഹായിക്കും. ഇതാണ് മാനേജ്മെൻറ്റ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, മാറ്റത്തിനനുസരിച്ച് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓർഗനൈസേഷനെ മാറ്റിയെടുക്കാൻ മാനേജ്മെൻറ്റ് സഹായിക്കും. അടുത്ത പോയിന്റാണ് മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, നമ്മൾ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു എഫിഷ്യൻസി എന്താണെന്നുള്ളത്. അപ്പോൾ എഫിഷ്യൻസി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പറഞ്ഞ ജോലി, ടു ഡൂ ദ റൈറ്റ് വർക്ക് വിത്ത് മിനിമം റിസോഴ്സസ്. പറഞ്ഞ ജോലി പറഞ്ഞ പോലെ ചെയ്തു തീർക്കുക. എന്ത് യൂസ് ചെയ്തുകൊണ്ട്, മിനിമം ടൈമും മിനിമം കോസ്റ്റും യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞ ജോലി പറഞ്ഞ പോലെ ചെയ്തു തീർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മാനേജ്മെൻറ്റ് ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. എങ്ങനെ, എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ച് റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, മിനിമം റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്ത കാര്യം, അടുത്ത ഇമ്പോർട്ടൻസ് ആണ് മാനേജ്മെൻറ്റ് ബിസിനസ്സിൻ്റെ ഗോൾസ് എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ഈസ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇത് നമ്മൾ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മാനേജ്മെൻറ്റ് എന്തിനു സഹായിക്കും, മാനേജ്മെൻറ്റ് അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അവരുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ആവശ്യം എന്താണ്, സാലറി കിട്ടുക എന്നുള്ളതാണോ, പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതാണോ, ലോങ് ടേമിൽ എംപ്ലോയ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണോ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് സഹായിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ്സിൽ പഠിച്ച പോയിന്റാണ്. ഇതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പഠിച്ച അടുത്ത പോയിന്റാണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അതും ഒരു ഇമ്പോർട്ടൻസ് ആണ്. എങ്ങനെയാണ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സൊസൈറ്റിയിൽ വീക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കും, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡിൽ പ്രൊഡക്ഷൻ നടത്തും, എംപ്ലോയീസിൻ്റെ കിഡ്സിന് അല്ലെങ്കിൽ മറ്റുള്ള ചിൽഡ്രൻസിന്, അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് സ്കൂൾ ഫെസിലിറ്റീസും സ്കോളർഷിപ്പ് ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടി മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സൊസൈറ്റി ഡെവലപ്ഡ് ആവും. അണ്ടർ പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടും, അവരുടെ ഫാമിലി എന്താവും, കുറച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, അങ്ങനെ സൊസൈറ്റി ഡെവലപ്ഡ് ആവും. അങ്ങനെ സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യാനും മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഇതും മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ നമ്മൾ 5 പോയിന്റ് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാത്തതോ പുതിയതായിട്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഒരു പോയിന്റും ഇല്ല. ഇതെല്ലാം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലും ഒബ്ജക്റ്റീവ്സിലും പഠിച്ച പോയിന്റ് ആണ്. നമുക്കൊന്ന് ഓടി നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. എവിടെ നമ്മൾ പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ച പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് ആയിരുന്നു മാനേജ്മെന്റ്
ഹെൽപ്സ് ഇൻ മേക്കിംഗ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. എവിടെ പഠിച്ചു നമ്മൾ? ഫീച്ചേഴ്സ് പഠിച്ചു. അടുത്തത് മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി, നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പഠിച്ച സാധനമാണ്. അടുത്തത് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സിൽ പഠിച്ച കാര്യമാണ്. അടുത്തത് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ച കാര്യമാണ്. ഇത്ര 5 കാര്യങ്ങളുള്ളൂ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ പഠിച്ചു. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റും പഠിച്ചു, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റും പഠിച്ചു. ഇനി നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യണം? കോഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞിരുന്ന എല്ലാത്തിനും നമ്മൾ ഒരു കോഡ് ബുക്ക് കീപ്പ് ചെയ്യുന്നു പറയുന്നു. ഇപ്പം നമ്മുടെ കോഡ് ബുക്കിൽ ഒരൊറ്റ കാര്യത്തിന്റെ കോഡേ ഉള്ളൂ. എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് കോഡ്. അപ്പോൾ നമ്മുടെ കോഡ് ബുക്ക് വരട്ടെ. യെസ്, നമ്മുടെ കോഡ് ബുക്ക് വന്നിരിക്കുന്നു. കോഡ് ബുക്കിൻ്റെ അകത്ത് നോക്കുക, എന്തിൻ്റെ കോഡ് മാത്രമേ ഉള്ളൂ നമുക്ക്? ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ഒരു 5 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 6 ലെറ്റേഴ്സ് ഉള്ള കോഡേ ഉള്ളൂ. അപ്പോൾ അത് ഓരോന്നും കാണുമ്പോൾ എന്താ ഓർമ്മ നിങ്ങൾക്ക് വരണം. ഇനി അടുത്ത കോഡിലേക്ക് നമ്മൾ കിടക്കാം. അടുത്ത കോഡ് ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ച ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് കോഡ് എങ്ങനെ ഉണ്ടാക്കും? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സ്റ്റാൻഡ്സ് ഫോർ O. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ താഴത്ത് തന്നെ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുക. ഫസ്റ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സർവൈവൽ S, പ്രോഫിറ്റ് P ആൻഡ് ഗ്രോത്ത് G. അപ്പോൾ അത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് വരും. അടുത്ത ഒബ്ജക്റ്റീവ് S, അടുത്ത ഒബ്ജക്റ്റീവ് ദാറ്റ് ഈസ് സോഷ്യൽ ഒബ്ജക്റ്റീവ്, ആൻഡ് അടുത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് P. അപ്പോൾ OSP സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ദ കോഡ് ഫോർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ക്ലിയർ? ഇനി അടുത്ത സാധനത്തിലുള്ള കോഡ് നമുക്ക് ഉണ്ടാക്കാം. അടുത്ത സാധനം എന്താ നമ്മൾ പഠിച്ചത്? ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. സോ വി put it as G, group goals achieve ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ D. അടുത്തത് മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി E. അടുത്തത് മാനേജ്മെന്റ് helps in fulfilling personal objectives P. and the last one management helps in development of the society ആണ്. so we go for S. അപ്പോൾ ഈ കോഡിൽ മാനേജ് ചെയ്യുക. ചില ആൾക്കാർക്ക് ഡൗട്ട് തോന്നുന്നു ഇതെന്താ മനപ്പാഠം പഠിക്കുന്ന പോലെ പഠിച്ചു വെക്കാനാണോ എന്ന്. അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയും പഠിക്കാം. പക്ഷേ ദിസ് വുഡ് ബി ഈസി ഫോർ യു. ഇങ്ങനെ കോഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആവും. കാരണം ഒരു വർഷം കഴിയുമ്പോഴേക്ക്, നമ്മൾ +2 പഠിച്ച് കഴിയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരു 3-4 പേജിൽ മൊത്തം സബ്ജക്റ്റിൻ്റെ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോഡ് മെത്തേഡിൻ്റെ എളുപ്പം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇത് ഡിഫിക്കൽട്ടായി തോന്നാം, അവർക്ക് യൂഷ്വൽ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.